45 വയസ്സ് കഴിഞ്ഞ സ്ത്രീകളിൽ പലപ്പോഴും വേറെ എന്തെങ്കിലും ആവശ്യത്തിനായിട്ട് സ്കാൻ ചെയ്യുമ്പോൾ കണ്ടെത്തിയതാവാം ഫൈബ്രോയിഡ് അഥവാ ഗർഭാശയമുഴ. ഈ ഗർഭാശയമുഴ നമ്മൾ പേടിക്കേണ്ടതുണ്ടോ, ഇത് ക്യാൻസർ ആണോ എന്ന് പലരും ചോദിക്കാറുണ്ട്. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ഗർഭാശയമുഴ അഥവാ ഫൈബ്രോയിഡിനെ കുറിച്ചാണ്. ഞാൻ ഡോക്ടർ ഫാലിഹ അസ്ലം, ചീഫ് കൺസൾട്ടന്റ് മെഡിക്കെയർ ഹോമിയോപ്പതി, വാണിയമ്പലം. ഈ ഗർഭാശയമുഴ പലപ്പോഴും സിംറ്റംസ് ഒന്നും ലക്ഷണങ്ങളൊന്നും ഉണ്ടാക്കാതെയാണ് വരാറുള്ളത്. പലപ്പോഴും നമ്മളിപ്പോൾ പറഞ്ഞ പോലെ വേറെ എന്തെങ്കിലും ആവശ്യത്തിനായിട്ട് സ്കാൻ ചെയ്യുമ്പോഴായിരിക്കും ഇത് കണ്ടെത്തുന്നത്. ചിലരിലെങ്കിലും ഇത് പല ലക്ഷണങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടാക്കാറുമുണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് ഇതിൻ്റെ ലക്ഷണങ്ങൾ എന്ന് നമുക്ക് നോക്കാം. പ്രധാനമായിട്ടും 5 ലക്ഷണങ്ങളാണ് ഇവ കാണിക്കാറുള്ളത്. ഫൈബ്രോയിഡ് പ്രധാനമായും 3 ടൈപ്പിലാണ് ഉള്ളത്. അത് ഗർഭാശയം ഒരു മസ്കുലാർ ഓർഗനാണ്. അപ്പോൾ ഇതിൻ്റെ ഭിത്തിയിലുണ്ടാവുന്ന ഫൈബ്രോയിഡ് അഥവാ ഇതിന് പുറത്തേക്ക് തള്ളി നിൽക്കുന്ന ഫൈബ്രോയിഡ്, പിന്നെ ഇതിൻ്റെ ഉള്ളിലേക്ക് തള്ളി നിൽക്കുന്ന ഫൈബ്രോയിഡ്, ഇങ്ങനെ 3 തരത്തിലാണ് ഫൈബ്രോയിഡ്. അപ്പോൾ ഇത് എവിടെയാണോ ഉള്ളത് ഇതിൻ്റെ പൊസിഷൻ വെച്ചാണ് ഇതിന് പ്രധാനമായും സിംറ്റംസ് കാണിക്കാറുള്ളത്. ഇതിൽ ഏറ്റവും കൂടുതൽ ഉള്ളിലേക്ക് തള്ളി നിൽക്കുന്ന ഫൈബ്രോയിഡാണ് കൂടുതൽ ബുദ്ധിമുട്ടുകളും ലക്ഷണങ്ങളും ഉണ്ടാക്കാറുള്ളത്. ഇത് പ്രധാനമായിട്ടും ഗർഭിണികളിലാണ് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാകുന്നത്. ഗർഭിണികളിൽ ബേബിയുടെ ഗ്രോത്തിനൊപ്പം ഈ ഫൈബ്രോയിഡും ഒപ്പം വളരാറുണ്ട്. ഇത് പ്രസവത്തെയും കുട്ടിയുടെ ഗ്രോത്തിനെയും വളരെയധികം ദോഷകരമായിട്ട് ബാധിക്കാറുണ്ട്. പ്രസവ സമയത്ത് കുട്ടിയുടെ തല തിരിഞ്ഞു വരാതെ ആവാനും അതുപോലെ തന്നെ കുട്ടിയുടെ വളർച്ചയെ മന്ദീഭവിപ്പിക്കാൻ പലപ്പോഴും ഇത് ബ്ലോക്ക് ചെയ്ത് സിസേറിയൻ വരെ ഓപ്പറേഷൻ ചെയ്യേണ്ട അവസ്ഥ വരെ വരാറുണ്ട്. ഇനി ഇതിൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കുകയാണെങ്കിൽ പ്രധാനമായും ബ്ലീഡിങ്ങിൽ ഉണ്ടാവുന്ന മാറ്റങ്ങളായിരിക്കും. സാധാരണ 5-6 ദിവസം വരെ ബ്ലീഡിംഗ് ആവുന്ന സ്ത്രീകളിൽ ഇവ 3-4 ദിവസം ബ്ലീഡിംഗ് ആയി പിന്നെ ഒരു ചെറിയ സ്പോട്ടിംഗ് പോലെ തുള്ളിയായിട്ട് ഇത് 10-15 ദിവസം വരെ നീണ്ടു നിൽക്കുന്ന ബ്ലീഡിംഗ് ആയേക്കാം. ചിലരിലെങ്കിലും ഇത് നിൽക്കാതെ മാസങ്ങളോളം നീണ്ടു നിൽക്കുന്ന ബ്ലീഡിംഗ് ഉണ്ടാവാറുണ്ട്. അതുപോലെ തന്നെ ഇത് ചിലപ്പോൾ ഇത് മാസമുറ കറക്റ്റ് വരാതെ 2 മാസമോ വരുമ്പോൾ കൂടുതലായിട്ട് ബ്ലീഡിങ് വരാം, ഇങ്ങനെയും കാണാറുണ്ട്. ഇനി ഇത് കുറച്ചുകൂടി വലിയ ഫൈബ്രോയിഡ് ആണെങ്കിൽ ഇത് ഇതിനോട് അടുത്ത് തന്നെയാണ് മൂത്രാശയം, മലാശയം ഒക്കെ ഉള്ളത്. അപ്പോൾ അതിൻ്റെയൊക്കെ മൂത്രാശയ ട്യൂബിനെ പ്രസ് ചെയ്യുമ്പോൾ ഇത് മൂത്രം ബ്ലോക്ക് ആവാനും അതുപോലെ തന്നെ മലാശയത്തെ പ്രസ് ചെയ്യുമ്പോൾ അവിടെ മലബന്ധം, അതുപോലെ അതിനോടനുബന്ധിച്ച് ഇതൊക്കെ വലിയ സൈസുള്ള ഫൈബ്രോയിഡിലാണ് കാണാറുള്ളത്. ഇനി മൂന്നാമത്തെ ഒരു ലക്ഷണം നോക്കുകയാണെങ്കിൽ അമിതമായിട്ടുള്ള വേദനയാണ്. മാസമുറ ആവുന്ന സമയത്തോ അല്ലെങ്കിൽ അല്ലാത്ത സമയത്ത് അടിവയറ്റിലുണ്ടാവുന്ന പുകച്ചിൽ, അതിനോടൊപ്പം തന്നെ പ്രധാനമായിട്ടും കാണുന്നതാണ് പുറം വേദന പല രോഗികളിലും കാണാറുണ്ട്. ഈ ചിലരിലെങ്കിലും ബ്ലീഡിങ്ങിന്റെ സമയത്ത് കട്ടയായിട്ട് പോകുന്ന ബ്ലീഡിങ് ഒരു പക്ഷേ ഫൈബ്രോയിഡിന്റെ ലക്ഷണമായേക്കാം. ചില സ്ത്രീകളിലൊക്കെ നമുക്ക് വയറ് വീർത്ത് വരുന്നതായിട്ട് കാണാറുണ്ട്. ഇത് പലപ്പോഴും നമ്മൾ പ്രായത്തിൻ്റെതാണ്, 40 വയസ്സ് കഴിഞ്ഞാൽ ഒക്കെ പ്രായത്തിൻ്റെതാണെന്നൊക്കെ കരുതി നമ്മളത് നെഗ്ലക്റ്റ് ചെയ്ത് പോവുകയാണ്. അതെല്ലാം ഗ്യാസ് ആണെന്നൊക്കെ പറഞ്ഞ് ഗ്യാസിൻ്റെ മരുന്നൊക്കെ കഴിച്ചു പോകും. വേറെ സിംറ്റംസ് ഒന്നും കാണാറില്ല. അതുപോലെ തന്നെ ചില ഫൈബ്രോയിഡുകൾ ബ്ലീഡിങ്ങും ഒക്കെ ഉണ്ടാകുന്ന സ്ത്രീകളിലാണെങ്കിൽ രക്തക്കുറവിൻ്റെ ലക്ഷണങ്ങൾ കാണിക്കാറുണ്ട്. അതായത് വിളർച്ച, അതുപോലെ തലകറക്കം, ക്ഷീണം, ഇതൊക്കെ കാണിക്കാറുണ്ട്. ഇത് ആരിലാണ് കൂടുതൽ ഉണ്ടാവുന്നത് നോക്കുകയാണെങ്കിൽ വളരെ നേരത്തെ മെൻസസ് ആർത്തവം വരുന്ന സ്ത്രീകളിൽ, അതുപോലെ തന്നെ വളരെ വൈകി 55 വയസ്സിന് ശേഷവും ആർത്തവം നിൽക്കാത്ത സ്ത്രീകളിലും ഈസ്ട്രജൻ്റെ അളവ് കൂടുതലായിരിക്കും. അതുപോലെ തന്നെ ഗർഭധാരണം തീരെ സംഭവിക്കാത്ത സ്ത്രീകളിൽ, മുലയൂട്ടുന്ന പീരീഡ് അഥവാ മുലയൂട്ടുന്ന കാലഘട്ടം വളരെ കുറവുള്ള സ്ത്രീകളിലും ഇത് കൂടുതലായിട്ട് കാണാറുണ്ട്. അപ്പോൾ നമ്മൾ എങ്ങനെയൊക്കെ ഇതിനെ നമുക്ക് പ്രതിരോധിക്കാമെന്ന് നോക്കാം. പ്രധാനമായിട്ടും നമ്മൾ ഭക്ഷണത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ നാരടങ്ങിയ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക. അതായത് ഫ്രൂട്ട്സ്, പച്ചക്കറികൾ, പഴങ്ങൾ, അതുപോലെ തന്നെ മുഴുധാന്യങ്ങളൊക്കെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക. രണ്ടാമതായിട്ട് സോയ കണ്ടന്റുള്ള ഭക്ഷണങ്ങൾ ഒഴിവാക്കുക. അതുപോലെ തന്നെ ക്രൂസിഫറസ് വെജിറ്റബിൾസ്, കോളിഫ്ലവർ, ക്യാബേജ് പോലെയുള്ള, ബ്രോക്കോളി പോലെയുള്ള ഭക്ഷണങ്ങൾ കൂടുതലായിട്ട് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക. ഇനി ഇവരിൽ പലപ്പോഴും വിളർച്ച കാണുന്നത് കൊണ്ട് നമ്മൾ അയൺ കണ്ടന്റ് ഉള്ള ഭക്ഷണങ്ങൾ ഉൾപ്പെടുത്തുക. അഥവാ മുരിങ്ങയില, ചീരയില, ബീഫ് ലിവർ അങ്ങനെയുള്ള ഭക്ഷണങ്ങളൊക്കെ കൂടുതലായിട്ട് ഉൾപ്പെടുത്തുക. റെഡ് മീറ്റ് ഒഴിവാക്കുന്നതാണ് നല്ലത്. അതുപോലെ തന്നെ നമ്മൾ ഒഴിവാക്കേണ്ട എന്തൊക്കെയാണെന്ന് നോക്കുകയാണെങ്കിൽ റെഡ് മീറ്റ്, അതുപോലെ തന്നെ റിഫൈൻഡ് കാർബ്, മൈദ പോലെയുള്ള പ്രോസസ്ഡ് ആയിട്ടുള്ള ഫുഡുകൾ, ജങ്ക് ഫുഡുകൾ, രാത്രി വൈകി ഉള്ള ഫുഡുകൾ, രാത്രിയുള്ള ഫാസ്റ്റ് ഫുഡ്, സോസേജ്, പിസ്സ പോലെയുള്ള ഭക്ഷണങ്ങളൊക്കെ ഒഴിവാക്കുന്നതാണ് നല്ലത്. ഇനി നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാവുന്ന 2 സിമ്പിളായിട്ടുള്ള റെസിപ്പീസ് നോക്കുകയാണെങ്കിൽ ഇവർക്ക് ഫ്ലാക്സ് സീഡും നട്ട്സൊക്കെ നല്ലതാണെന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ ഫ്ലാക്സ് സീഡ് ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്ത് ജസ്റ്റ് ഒന്ന് വറുത്തിട്ട് നമ്മൾ പൊടിച്ച് വെക്കുകയാണെങ്കിൽ ഇത് രാവിലെ ഡെയിലി
വെറും വയറ്റിൽ നമ്മൾ ഒരു ഗ്ലാസ് ചെറിയ ചൂടുവെള്ളത്തിൽ 1 സ്പൂൺ ഈ ഫ്ലാക്സ് സീഡ് പൗഡർ ഇട്ടൊന്ന് കുടിക്കുകയാണെങ്കിൽ ഇവർക്ക് നല്ലതായിരിക്കും. അതുപോലെ തന്നെ ആൻറ്റി ഇൻഫ്ലമേറ്ററി ആയിട്ടുള്ള മഞ്ഞൾ, ലെമൺ, നാരങ്ങ, വൈറ്റമിൻ സി ഉള്ള ഭക്ഷണങ്ങളൊക്കെ കൂടുതൽ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുകയാണെങ്കിൽ നല്ലതായിരിക്കും. അതുപോലെ തന്നെ ആൻറ്റി ഇൻഫ്ലമേറ്ററി ആണ് ഇഞ്ചി, വെളുത്തുള്ളി, ഇതൊക്കെ ഇവർ ഭക്ഷണത്തിൽ കൂടുതൽ ഉൾപ്പെടുത്തുക. അപ്പോൾ നമുക്ക് രാവിലെ തന്നെ ഇപ്പോൾ ഫ്ലാക്സീഡ് പൗഡർ പറഞ്ഞ പോലെ തന്നെ മഞ്ഞളും ഇഞ്ചിയും വെളുത്തുള്ളിയും ഇട്ടൊന്ന് തിളപ്പിച്ച വെള്ളം രാവിലെ കുടിക്കുന്നത് ഇവർക്ക് നല്ലതാണ്. ഇനി ഇവർക്ക് ട്രൈ ചെയ്യാവുന്ന മറ്റൊരു റെസിപ്പിയാണ്, നമ്മൾ പറഞ്ഞു ഇവർ അനീമിയ ഉണ്ടാവാൻ സാധ്യത ഉള്ളത് കൊണ്ട് തന്നെ ഇവർക്ക് റാഗി, കാൽഷ്യം ഒക്കെ ഉള്ള സമ്പുഷ്ടമായിട്ടുള്ള റാഗി, അതുപോലെ തന്നെ എള്ള്, റാഗിയും എള്ളും കൂടെ വറുത്ത് പൊടിച്ചിട്ട് നമുക്കൊരു ലഡു പോലെയൊക്കെ ഡെയിലി ഒരു ലഡു വെച്ചൊക്കെ കഴിക്കുന്നത് നല്ലതാണ്. ഇനി ഫൈബ്രോയിഡ് എപ്പോഴും നമ്മൾ സർജറി ചെയ്യണോ എന്നാണ് പലപ്പോഴും പലരും ചോദിക്കാറുള്ളത്. ഫൈബ്രോയിഡ് 1 മുതൽ 2 സെൻറ്റിമീറ്റർ അങ്ങനെ ചെറിയ സൈസുള്ളൊക്കെ ആണെങ്കിൽ പലപ്പോഴും ലക്ഷണങ്ങളൊന്നും ഉണ്ടാക്കാറില്ല. വേറെ ലക്ഷണങ്ങളൊന്നും ഇല്ലെങ്കിൽ നമ്മൾ ഒരിക്കലും ഇതൊരു സർജറിക്കോ മറ്റോ ഓപ്ഷൻ ചെയ്യേണ്ടതില്ല. അപ്പോൾ ഫൈബ്രോയിഡ് തീർച്ചയായിട്ടും ചികിത്സിച്ച് മാറ്റാവുന്നതേ ഉള്ളൂ. ഇത് വളരെ നേരത്തെ കണ്ടെത്തുകയാണെങ്കിൽ ഇതിന് നമുക്ക് ഫലപ്രദമായ ചികിത്സ ഹോമിയോപ്പതിയിലുണ്ട്. ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട നിങ്ങളുടെ സംശയങ്ങൾ നിങ്ങൾ കമൻറ്റ് ചെയ്ത് ചോദിക്കാവുന്നതാണ്. ഇനി മറ്റൊരു ഹെൽത്ത് ഇൻഫോർമേഷനുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.